കൃഷ്ണ വണ്ടിയിലുണ്ട്. ഇറങ്ങുന്ന നേരത്ത് നമുക്ക് കാണാം. അത് ശരി, ആളെ അവിടെ ഇരുത്തിട്ടാണോ സാറ് വന്നത്? വണ്ടിയിൽ എൻ്റെ പെങ്ങള് കൂടിയുണ്ട്. ഇത്രയും കാലം എൻ്റെ മകളെ വളർത്തിയ എൻ്റെ പെങ്ങള്. അവൾക്ക് നല്ല സുഖമില്ല. കൃഷ്ണ അവൾക്ക് കൂട്ടിരിക്കുക. ഇന്ന് ഫ്രീ ആവാൻ പറ്റില്ലെന്ന് അയാൾ തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് ശല്യത്തിനൊന്നും നിൽക്കുന്നില്ലല്ലോ. നമുക്കൊരു പരാതിയില്ലാതെ അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നവീൻ അതൊരു ഇറിറ്റേഷൻ ആവില്ലേ? പ്ലീസ് മമ്മി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ പോവാം. പക്ഷെ ഒരു കാര്യം എനിക്ക് മോളോട് പറയാനുണ്ട്. എന്താ? നമ്മൾ ചെല്ലുന്നത് നവീന്റെ ഓഫീസിലേക്കാ. അവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും മോൾ അസ്വസ്ഥയാവാൻ പാടില്ല. നവീന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന്. മമ്മി എന്തായി പറയുന്നേ? ഞാൻ മമ്മിയുടെ കൂടെ തന്നെ ഇരുന്നോളാം. എന്റെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല. പഴയ അനുഭവങ്ങളുള്ളതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ കേറ്. മോളെ, ഇതാണ് നവീന്റെ ഓഫീസ്. വാ, രണ്ടോളം ഇറങ്ങും. അയ്യോ, സാറേ, ഹലോ നമസ്കാരം. സാറേ, വണ്ടിക്കത് വേറെ ആരാ? അതിന്റെ സഹോദരി മകളുവാ. ഓ, എങ്കിൽ അവരെ കൂടെ ഇങ്ങോട്ട് വിളിക്കും സാറേ. ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ വിളിക്കാം. ഹലോ സാർ. എടോ, അനിയൻ സാർ എത്തിയില്ലേ? ആ, എത്തി സാർ. പിന്നെ താനെന്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തെ? അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ളതാ. എന്താ വരുന്നു സാർ? സാറേ, നമുക്ക് അകത്തേക്ക് കയറാം. നവീൻ സാറിനെ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെ അത്യാവശ്യം പോകാനുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അവരെ ഒന്ന് വിളിച്ചോണ്ടിരാം. ഓ ശരി. എന്താ മോളെ നിങ്ങളിങ്ങനെ ഇറങ്ങാതിരിക്കുന്നത്? അതെ അച്ഛാ, അമ്മയ്ക്ക് നല്ല തലവേദന. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. അച്ഛൻ പോയിട്ട് വാ. ശേ, എന്റെ മോളെ ഇവിടെ വരെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വരെ കയറുന്നതിന് എന്താ? ചെറിയൊരു വയ്യായികയുണ്ട്. സാറ് ചെല്ല്, നല്ല സമയം കളയണ്ട. ശരി, എന്നാ ഞാൻ ചെന്ന് ഒപ്പിട്ടിട്ട് നവീന്റെയും കൂട്ടി ഇങ്ങോട്ട് വരാം. അയാളൊന്ന് കാണണ്ടേ നിങ്ങൾക്ക്? ശരി മോളെ. വരൂ സാർ. കുഞ്ഞ്, മോളെ, തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ സാർ അകത്തുനിന്ന് വരുമ്പോ നവീനെയും കൂട്ടി വന്നാലോ? എന്ത് പരീക്ഷണ എന്റെ ഭഗവാനെ. നവീന്റെ കാര്യങ്ങള് എന്തെങ്കിലും അച്ഛൻ അറിഞ്ഞാലേ അച്ഛൻ കരുതല്ലേ പറ്റിക്കായിരുന്നു എന്ന്. എല്ലാം തുറന്നു പറഞ്ഞിട്ട് പറയാൻ ബാക്കിയായത് ഇത് മാത്രമാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ മോളെ. ഹലോ സെൽവം. സാറേ, ഞങ്ങൾ സിറ്റിയിലെത്തിയിട്ടുണ്ട്. അവരെവിടെയാണ് സാർ? ഞാനിപ്പോൾ ശ്രീനിവാസനെ വിളിച്ചിരുന്നു. അവരിപ്പോൾ പോയിരിക്കുന്നത് ഒരു ഓഫീസിലേക്കാ. എവിടെ? ഓഫീസ് ഇരിക്കുന്ന സ്ഥലം മനസ്സിലായി സാർ. സ്ഥലം ഞങ്ങൾ കണ്ടെത്തിക്കോളാം. അവരെയും. സെൽവ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശ്രീനിവാസൻ നിസ്സാരക്കാരനല്ല. സാറേ, എൻ്റെ കൂടെ ഇപ്പോൾ നല്ല ചുണക്കുട്ടന്മാരായ കുറേ ആളുകളുണ്ട്. ഓരോരുത്തരും 10ഉം 12ഉം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ശ്രീനിവാസൻ ദൈവമായിരിക്കണം. ദൈവം. എങ്കിൽ പെട്ടെന്ന് ചെല്ല്.
അവരവസാനിച്ചു എന്നുള്ള വിളിക്ക് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ വിളിക്കാം സാറേ. എല്ലാത്തിൻ്റെയും ജീവൻ എടുത്ത് കഴിഞ്ഞിട്ട്. നമുക്ക് പുറപ്പെടാനുള്ള സമയമായി. കേറിക്കോ എല്ലാവരും. കയറി. ഓർഡറാ. സാർ ഗുഡ് മോർണിംഗ് നവീൻ. ആ സർ, ഇരിക്കും. സാറൊന്ന് വായിച്ചു നോക്കണം. ഓ, ഇതൊക്കെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് സൈൻ ചെയ്യാം സാർ. ഇതിന്റെ ഇവിടെ അല്ലേ? അതെ സാർ. താങ്ക് യു സാർ. അല്ല സാറേ, ഈ എഗ്രിമെന്റിൽ ഒപ്പിടുമ്പോഴേ ബ്രോക്കർ കൂടെ ഉണ്ടാവണ്ടല്ലേ? ബ്രോക്കറോ? അതാരാ? ഓ, അന്ന് നിങ്ങളെ ഭൂമി കാണിച്ച കൃഷ്ണ. അത് ബ്രോക്കറൊന്നും അല്ലടോ, എൻ്റെ മകളാ. സാറിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് സ്നേഹം തോന്നുന്ന എല്ലാവരും മക്കളാണല്ലോ. അങ്ങനെ അല്ല നവീൻ, അവളെൻ്റെ യഥാർത്ഥ മകളാ, എനിക്ക് പിറന്ന മകള്. അത്ഭുതം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അന്ന് കൃഷ്ണയെ കാണുന്ന സമയത്ത് അവളെൻ്റെ മകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, ഞാൻ ആ സമയം മുഴുവൻ എനിക്ക് പിറന്ന എൻ്റെ മകളെ തേടി അലയായിരുന്നു. പറയാൻ ഒരുപാടുണ്ട്. എന്തായാലും നിങ്ങൾ ഇനി ആ നാട്ടിലേക്ക് വരാൻ പോവല്ലേ, എൻ്റെ കഥ വിശദമായിട്ട് പറയാം. സത്യത്തിൽ അതൊരു ഷോക്കിംഗ് ന്യൂസായി പോയി സാർ. ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. കേട്ടാ തൻ്റെ അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിക്കുന്ന ഞാനും എൻ്റെ മോളും നടന്ന വഴികൾ ഇതുവരെയും വിശ്വസിച്ച് തീർന്നിട്ടില്ല. അല്ല സാർ, അത് മോളാണെന്ന് പറഞ്ഞു. സാറിൻ്റെ ഫാമിലിയൊക്കെ? ഫാമിലി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു രസത്തിൻ്റെ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുമ്പിൽ ചിരിയോടെ ഇരിക്കുന്ന ഈ ഞാൻ എത്രയെത്ര വേദനകളും പടവുകളും ചവിട്ടിക്കയറിയവനാണെന്ന്. കൃഷ്ണ വണ്ടിയിലുണ്ട്, ഇറങ്ങുന്ന നേരത്ത് നമുക്ക് കാണാം. അത് ശരി, ആളെവിടെ ഇരുത്തിയിട്ടാണോ സാറ് വന്നത്? വണ്ടിയിൽ എൻ്റെ പെങ്ങള് കൂടിയുണ്ട്. ഇത്രയും കാലം എൻ്റെ മകളെ വളർത്തിയ എൻ്റെ പെങ്ങള്, അവൾക്ക് നല്ല സുഖമില്ല. കൃഷ്ണ അവൾക്ക് കൂട്ടിരിക്കുക. ഇറങ്ങുമ്പോൾ നമുക്ക് കാണാമല്ലോ. എന്റെ പൊന്നു സാറേ,